ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ലെസൺ ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ പിക്ചേഴ്സിൽ കൊടുത്തിരിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടാം. ഇത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യത്തെ ആളാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്, രണ്ടാമത്തെയാണ് അരുണിമ സിൻഹ, മൂന്നാമത്തെ രവീന്ദ്ര ജെയിൻ. ഇവരാരൊക്കെയാണെന്ന് നോക്കാം. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്, ഇദ്ദേഹം ഒട്ടനവധി ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. നക്ഷത്രങ്ങളൊക്കെ നശിച്ചു പോവില്ലേ, അപ്പം രൂപം കൊള്ളുന്ന തമോ ഗർത്തങ്ങളെ കുറിച്ച് ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട്. തമോ ഗർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾസ് എന്നൊക്കെ പറയും. വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടറായിരുന്നു ഇദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ഒരു നാഡീരോഗം ബാധിക്കുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൈകാലുകളൊന്നും അനക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. ഇദ്ദേഹത്തിന്റെ ബുദ്ധി ലോകത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഒരുപാട് ഗവേഷണങ്ങളൊക്കെ അദ്ദേഹം നടത്തി. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന ആ വലിയ മനുഷ്യൻ നമുക്കൊക്കെ ഒരുപാട് പ്രചോദനമാണല്ലേ തരുന്നത്. ഇനി അടുത്ത ആൾ ആരാണെന്ന് നോക്കാം. അരുണിമ സിൻഹ ഒരു നാഷണൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു. ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ചില സാമൂഹ്യ വിരുദ്ധർ അരുണിമ സിൻഹയെ പുറത്തേക്ക് തള്ളിയിട്ടു. അപ്പൊ ഈ അപകടത്തിൽ ഇടതുകാല് മുറിച്ചു മാറ്റേണ്ടതായിട്ട് വന്നു. അങ്ങനെ ചികിത്സയിൽ ഇരിക്കുന്ന സമയത്താണ് അരുണിമയ്ക്ക് എവറസ്റ്റ് കൊടുമുടി കയറണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് തന്റെ കുറവുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അരുണിമ സിൻഹ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. രവീന്ദ്ര ജെയിൻ സംഗീത സംവിധായകനാണ്, ഗാനരചയിതാവാണ്. ഇദ്ദേഹം ജന്മനാ അന്ധനായിരുന്നു, ബ്ലൈൻഡ് ആയിരുന്നു. സ്വയം ഗാനങ്ങൾക്ക് ഈണം നൽകുകയും രചിക്കുകയും ഒക്കെ ചെയ്തു. ഇദ്ദേഹത്തിന് 2015 പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. അപ്പോൾ അന്ധനായിട്ടും കൂടി അദ്ദേഹം ഒരുപാട് ഗാനങ്ങളൊക്കെ എഴുതുകയും അതിന് ഈണം കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഈ 3 പേരെ കുറിച്ചും കേട്ട് കഴിഞ്ഞപ്പോൾ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ഈ ലെസൺ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ലെസണിലെ കഥാപാത്രമാണ് ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് ഇത്. വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് മോട്ടിവേഷനൊക്കെ തരുന്ന ഒരു ഓട്ടോബയോഗ്രഫിയാണ് ഹെലൻ കെല്ലറുടെ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ദ ബിഗിനിങ് ഓഫ് മൈ ലൈഫ് വാസ് സിമ്പിൾ ആൻഡ് മച്ച് ലൈക്ക് എവറി അതർ ലിറ്റിൽ ലൈഫ്. എന്റെ ജീവിതത്തിന്റെ തുടക്കം വളരെ ലളിതവും മറ്റെല്ലാ കുട്ടികളെയും പോലെ തന്നെയുമായിരുന്നു. ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ് ആസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി ഓൾവേസ് ഡസ്. അപ്പം ഞാൻ വന്നു, ഞാൻ കണ്ടു, ഞാൻ കീഴടക്കി. കോൺകേർഡ് എന്ന് പറഞ്ഞാൽ കീഴടക്കുക എന്നുള്ളതാണ്. ആസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി ഓൾവേസ് ഡസ്. അപ്പോൾ ഒരു ഫാമിലിയിലെ ആദ്യത്തെ ബേബി എന്ന് പറയുമ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു നിമിഷമായിരിക്കും അല്ലേ. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്, എല്ലാവരും കൊഞ്ചിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഹെലൻ കെല്ലർ ജനിച്ചപ്പോഴും ഇതുപോലെ തന്നെയാണ്. എല്ലാവരുടെയും ഒരു ശ്രദ്ധ അവളിൽ ഉണ്ടായിരുന്നു. ദെയർ വാസ് ദ യൂഷ്വൽ എമൗണ്ട് ഓഫ് ഡിസ്കഷൻ ഓൺ എ നെയിം ഫോർ മീ. അപ്പോൾ സാധാരണ ഒരു കുട്ടി വീട്ടിലുണ്ടായി കഴിയുമ്പം എന്താണ് ആദ്യം തന്നെ പേരിടൽ അല്ലേ, എന്തായിരിക്കും പേര് എന്നുള്ളതിൽ എല്ലാവരും ഇങ്ങനെ സെർച്ച് ചെയ്യും. ഇന്നത്തെ കാലത്തൊക്കെ നെറ്റിലൊക്കെ നോക്കും, ഒരുപാട് സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് പേരിടുക. അപ്പോൾ എൻ്റെ വീട്ടിലും ഇതുപോലെ തന്നെ എനിക്ക് എന്താണ് പേരിടുക എന്നുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയാണ്. ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി വാസ് നോട്ട് ടു ബി ലൈറ്റ്ലി നെയിംഡ്. അപ്പം ആദ്യത്തെ കുട്ടി, ഫാമിലിയിലെ ആദ്യത്തെ കുട്ടിയാണ് ഞാൻ. അപ്പം വെറുതെ ഒരു പേരിട്ടാൽ മാത്രം പോരാ, നല്ല ഹെവി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു പേരിടണം. എവ്രി വൺ വാസ് എംഫാറ്റിക് അബൌട്ട് ദാറ്റ്. എല്ലാവർക്കും ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു നല്ലൊരു പേര് ഈ കുട്ടിക്ക് വേണ്ടി ഇടണം എന്നുള്ളത്. മൈ ഫാദർ സജസ്റ്റഡ് ദ നെയിം ഓഫ് മിൽഡ്രഡ് ക്യാമ്പൽ. അപ്പോൾ എൻ്റെ അച്ഛൻ എനിക്കൊരു പേര് നിർദ്ദേശിച്ചു, അതാണ് മിൽഡ്രഡ് ക്യാമ്പൽ. ഷീ വാസ് വൺ ഓഫ് അവർ ഹൈലി എസ്റ്റീംഡ് ആൻസസ്റ്റേഴ്സ്. മിൽഡ്രഡ് ക്യാമ്പൽ ആരാണ്? അവരുടെ ആൻസസ്റ്റർ ആണ്, പൂർവികരിൽ ഒരാളാണ്. അതായത് മുത്തശ്ശിയോ മുതുമുത്തശ്ശിയോ ഒക്കെ ആവാം. അപ്പോൾ ആ മിൽഡ്രഡ് ക്യാമ്പലിൻ്റെ പേര് ഇവൾക്ക് ഇടണമെന്നായിരുന്നു അച്ഛൻ സജസ്റ്റ് ചെയ്തത്. ബട്ട് ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ക്യാരിയിങ് മീ ടു ചർച്ച് മൈ ഫാദർ ഫോർഗോട്ട് ദ നെയിം ഓൺ ദ വേ. അപ്പം രസം എന്താണെന്ന് വെച്ചാൽ പള്ളിയിലേക്ക് മാമോദീസ മുക്കാനായിട്ട് കൊണ്ടുപോവാണ് അല്ലേ. മാമോദീസ ബാപ്റ്റിസം എന്നൊരു ചടങ്ങുണ്ട് ക്രിസ്ത്യൻസിന്. അപ്പം മാമോദീസ മുക്കാനായിട്ട് അച്ഛൻ പള്ളിയിലേക്ക് കൊണ്ടുപോവാണ്. അച്ഛനും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടി കൊണ്ടുപോവാണ്. അപ്പം പള്ളിയിലെ അച്ഛൻ പേര് ചോദിച്ചപ്പം നമ്മുടെ ഹെലൻ കെല്ലറുടെ അച്ഛൻ പേര് മറന്നുപോയി. When the church minister asked him for it, he gave the name Helen Adams. അപ്പോൾ പള്ളിയിലെ പ്രീസ്റ്റ് ചോദിച്ചു ഹെലൻ
കെല്ലറുടെ അച്ഛനോട് ചോദിച്ചു എന്താണ് പേരിടേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പേരെന്താണ്? ഹെലൻ ആഡംസ് എന്ന പേരാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തത്. അപ്പം എന്താണോ വായിൽ വന്നത് ആ പേരാണ് ഇട്ടത്. അദ്ദേഹം ഓർത്തു വെച്ച് പോയ പേരെന്താണ്? മിൽഡ്രഡ് ക്യാമ്പൽ എന്ന ആൻസസ്റ്ററുടെ പേരാണ് ഓർത്തു വെച്ചത്. പക്ഷെ വഴിയിൽ ആ എക്സൈറ്റ്മെൻറ്റിൽ ആ ഒരു സന്തോഷത്തിൻ്റെ നിമിഷത്തിലൊക്കെ അവർ ആ പേരങ്ങ് മറന്നുപോയി. അച്ഛൻ ആ പേരങ്ങ് മറന്നുപോയി. അപ്പോൾ ഇട്ട പേരെന്താണ്? ഹെലൻ ആഡംസ്. I showed many signs of an eager, self-asserting disposition when I was still a baby. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നല്ല ഉത്സാഹവും ആത്മധൈര്യവും ഒക്കെ ഞാൻ കാണിച്ചു. I insisted upon imitating everything that I saw other people doing. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇമിറ്റേറ്റ് ചെയ്യാൻ, അതൊക്കെ അനുകരിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. At 6 months I could pipe out how dear. One day I attracted everyone's attention by saying tea, tea, tea quite plainly. 6 മാസമായപ്പോഴത്തേനും ഹൗ ഡി എന്ന് ഞാൻ പറഞ്ഞു. ഒരു ദിവസം ടീ എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്ക് ആകർഷിച്ചു. അപ്പം ഞാനിങ്ങനെ ടീ 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 എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ നോക്കി ചിരിച്ചു, സന്തോഷിച്ചു, കൈയടിച്ചു, അല്ലേ? അങ്ങനെയല്ലേ ഒരു കുഞ്ഞ് അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്നൊക്കെ പറയുമ്പോഴത്തേനും വളരെ സന്തോഷമാണ് വീട്ടിലുള്ള എല്ലാവർക്കും, അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പോഴൊക്കെ വലിയ സന്തോഷമല്ലേ എല്ലാവർക്കും. അതുപോലെ തന്നെ ഇവളും ടീ ടീ എന്ന് കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി. ഈവൻ ആഫ്റ്റർ മൈ ഇൽനെസ് ഐ റിമെമ്പേർഡ് വൺ ഓഫ് ദ വേർഡ്സ് ഐ ഹാഡ് ലേൺഡ് ഇൻ ദീസ് ഏർലി മന്ത്സ്. ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ. എൻ്റെ അസുഖത്തിന് ശേഷവും ആദ്യ മാസങ്ങളിൽ ഞാൻ പഠിച്ച വാക്കുകളിൽ ഒന്ന് ഞാൻ ഓർത്തായിരുന്നു. അത് ഏത് വാക്കാണ്? വാട്ടർ എന്നുള്ള വാക്കാണ്. മറ്റെല്ലാ സംസാരശേഷിയും നഷ്ടപ്പെട്ടതിന് ശേഷവും ഞാൻ ആ വാക്കിന് വേണ്ടി കുറച്ച് ശബ്ദമുണ്ടാക്കുന്നത് തുടർന്നു. I continued to make some sound for that word after all the other speech was lost. I stopped making the sound wa wa only when I learned to spell the word. മറ്റെല്ലാ സംസാരശേഷിയും നഷ്ടപ്പെട്ടതിന് ശേഷവും ഹെലൻ കെല്ലർ ഈ വാക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ശബ്ദമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. വാ വാ എന്നുള്ള സൗണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. വാട്ടറിന് വേണ്ടിയിട്ട് വാ വാ എന്നൊക്കെയുള്ള സൗണ്ട് ഉണ്ടാക്കും. പിന്നെ വാക്ക് ഉച്ചരിക്കാനായിട്ട് പഠിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കൽ നിർത്തിയത്. അങ്ങനെ ശബ്ദമൊന്നും ഉണ്ടാക്കിയല്ലായിരുന്നു ഉച്ചരിക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ. ഇത്രയും ഒരു പാഠഭാഗത്ത് നിന്ന് എന്താ മനസ്സിലായത്? ഹെലൻ കെല്ലർ സാധാരണ ഒരു കുട്ടിയായിരുന്നു. പക്ഷേ അവൾക്ക് ഒരു അസുഖം വന്നു. അസുഖം വന്നതിന് ശേഷം അവളുടെ സംസാരശേഷിയും ശ്രവണശേഷിയും ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പം അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഈ പാഠഭാഗത്തുള്ളത്. They tell me I walked the day I was 8 years old. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ 1 വയസ്സുള്ളപ്പോൾ നടന്നു എന്ന്. അവരെ എന്ന് ഉദ്ദേശിച്ചത് ആരാ? ഫാമിലി മെമ്പേഴ്സ് അല്ലേ? അവർ പറഞ്ഞു എനിക്ക് 1 വയസ്സുള്ളപ്പോൾ ഞാൻ നടന്നു എന്ന്. മൈ മദർ ഹാഡ് ജസ്റ്റ് ടേക്കൺ മീ ഔട്ട് ഓഫ് ദ ബാത്ത് ടബ് ആൻഡ് വാസ് ഹോൾഡിംഗ് മീ ഇൻ ഹർ ലാപ്പ്. ഒരു ദിവസം എൻ്റെ അമ്മ ഇങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ബാത്ത് ടബിൽ നിന്നും പുറത്തേക്ക് എടുത്ത് ഇങ്ങനെ അവളുടെ മടിയിൽ ഇങ്ങനെ ഇരുത്തുമായിരുന്നു. ഐ വാസ് സഡൻലി അട്രാക്റ്റഡ് ബൈ ദ ഫ്ലിക്കറിംഗ് ഷാഡോസ് ഓഫ് ലീവ്സ് ദാറ്റ് ഡാൻസ്ഡ് ഇൻ ദ സൺലൈറ്റ് ഓൺ ദ സ്മൂത്ത് ഫ്ലോർ. അമ്മയുടെ മടിയിൽ കുളിയെല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് സൂര്യപ്രകാശത്തിലെ ഇലകളുടെ നിഴല് ഫ്ലോറിൽ ഇങ്ങനെ ഇളകുന്നത് കണ്ടത്. അപ്പോൾ ആ ഇലകളുടെ ആ നിഴലുകൾ വല്ലാണ്ട് എന്നെ അട്രാക്റ്റ് ചെയ്തു. അതിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആയി. ആ സമയത്ത് തന്നെ ആ ഇലേനെ പിടിക്കാനായിട്ട് അമ്മയുടെ മടിയിൽ നിന്നും ഇറങ്ങി അവരുടെ അടുത്തേക്ക് ഓടി. ഐ സ്ലിപ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ് ആൻഡ് ഓൾമോസ്റ്റ് റാൻ ടുവേർഡ് ദം. അപ്പോൾ അമ്മയുടെ മടിയിൽ നിന്ന് ഇറങ്ങി ഞാനിങ്ങനെ അതിനെ പിടിക്കാനായിട്ട് ഓടി. ബട്ട് ദ ഇമ്പൾസ് വാസ് ക്വിക്ക്ലി ഗോൺ. പക്ഷെ ആ പ്രേരണ പെട്ടെന്ന് തന്നെ ഇല്ലാതായി. അങ്ങനെ ഓടുക എന്നുള്ള ആ ഒരു ചിന്ത പെട്ടെന്ന് തന്നെ ഇല്ലാതായി. ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഇറങ്ങി ഓടിയതാണ്. എങ്ങനെ ഈ ആവേശമെല്ലാം ചോർന്നു പോയത്? ഐ ഫെൽ ഡൗൺ ആൻഡ് ക്രൈഡ് ഫോർ ഹർ ടു ടേക്ക് മീ അപ്പ് ഇൻ ഹർ ആംസ്. ഹെലൻ കെല്ലർ 2-3 സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോയപ്പോഴത്തേനും അവളവിടെ വീണുപോയി. കുഞ്ഞുങ്ങൾ അങ്ങനെയല്ലേ, വീഴും എന്നിട്ടല്ലേ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ വീഴുമ്പോൾ കരയും. അപ്പോൾ ഇവളും കരഞ്ഞു. അമ്മ ഓടി വന്ന് എടുക്കാനായിട്ട് ഇവള് കരഞ്ഞുകൊണ്ടിരുന്നു. ദീസ് ഹാപ്പി ഡേയ്സ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്, ജസ്റ്റ് 1 year. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സന്തോഷ നിമിഷങ്ങളൊക്കെ ഒരുപാട് നാളത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് 1 year, 1 വർഷത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. വൺ ബ്രീഫ് സ്പ്രിംഗ് വെൻ ദ റോബിൻ ആൻഡ് ദ മോക്കിംഗ് ബേർഡ് സാങ് ദർ മെലഡിയസ് സോങ്സ്. അവൾ പറയാണ് ആകെ കുറച്ച് കാലത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഈ സന്തോഷങ്ങളെല്ലാം. റോബിൻ എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ്. റോബിനും മോക്കിംഗ് ബേർഡും, ആ 2 പക്ഷികൾ പാട്ട് നല്ല ശ്രുതിമധുരമായ പാട്ടുകളൊക്കെ പാടിയ ആ ഒരു ചെറിയൊരു സന്തോഷകാലമേ നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ.
A summer with its blooming roses and fruits, an autumn with its golden fruits and shedding leaves. It happened in February in the middle of winter. ആ ഒരു വർഷത്തെ സന്തോഷങ്ങളെക്കുറിച്ചാണ് ഹെലൻ കെല്ലർ ഇവിടെ പറയുന്നത്. എ സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിംഗ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്, വിരിയുന്ന റോസപ്പൂക്കളും ഫ്രൂട്ട്സും നിറഞ്ഞ വേനൽക്കാലം. ആൻഡ് ഓട്ടം വിത്ത് ഇറ്റ്സ് ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്, ഓട്ടം സീസണിലാണ് ഇല കൊഴിയുക. ഇല കൊഴിയുന്ന ആ സമയത്ത് ഫ്രൂട്ട്സ് എല്ലാം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ടാവും, അതായത് പഴുത്ത് പാകമായിരിക്കുന്ന ഫ്രൂട്ട്സ് അല്ലെ. ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആണ് ഈ സമയങ്ങളിലൊക്കെ ഉള്ളത്. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഫെബ്രുവരി ഇൻ ദ മിഡിൽ ഓഫ് വിന്റർ, ആ സമയത്ത് ശൈത്യകാലത്ത് വിന്റർ സീസണിന്റെ ഒരു പകുതി ആയപ്പോഴത്തേനും, അതായത് ഫെബ്രുവരി മാസത്തിലാണ് അത് സംഭവിച്ചത്. ഐ വാസ് സ്ട്രക്ക് ബൈ ദ ഇൽനെസ് വിച്ച് ക്ലോസ്ഡ് ബോത്ത് മൈ ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ. എന്തായിരുന്നു ആ സംഭവം? എൻ്റെ കണ്ണുകളും കാതുകളുമെല്ലാം എന്നേക്കുമായി അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അതായത് എനിക്ക് കണ്ണ് കാണാതായി, ചെവി കേൾക്കാതായി. അവൾ ആ കാര്യം ഓർത്ത് പറയുകയാണ്. ദ ഡോക്ടർ തോട്ട് ഐ വുഡ് നോട്ട് ലീവ്, ബട്ട് ഏർലി വൺ മോർണിംഗ് ദ ഫീവർ ലെഫ്റ്റ് മീ. ഡോക്ടർ വിചാരിച്ചു എനിക്കിനി ജീവിക്കാനൊന്നും പറ്റുകയില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ദിവസം രാവിലെ പനിയെല്ലാം പോയി. There was great rejoicing in the family that morning. അപ്പോൾ രാവിലെ വീട്ടിൽ എല്ലാവർക്കും വളരെയധികം സന്തോഷമായിരുന്നു. But no one, not even the doctor, knew that I would never see or hear again. പക്ഷെ ആർക്കും തന്നെ, ഈവൻ ഡോക്ടർക്ക് പോലും അറിയില്ലായിരുന്നു that I would never see or hear again. എനിക്കിനി കാണാനോ കേൾക്കാനോ കഴിയില്ല എന്നുള്ള കാര്യം ഈവൻ ഡോക്ടർക്ക് പോലും മനസ്സിലായില്ല. I fancy I still have confused memories of that illness. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കിപ്പോഴും ആ ഇൽനെസ്സിനെ കുറിച്ച്, ആ രോഗത്തെക്കുറിച്ച് ഭയങ്കര ഒരു കൺഫ്യൂസിങ് മെമ്മറീസ് ആണ്, ആശയക്കുഴപ്പമാണ് എനിക്ക് മൊത്തത്തിലുള്ളത്. ഐ എസ്പെഷ്യലി റിമെമ്പർ ദ ടെൻഡർനെസ് വിത്ത് വിച്ച് മൈ മദർ ട്രൈ ടു സൂത്ത് മീ ഇൻ മൈ വേക്കിംഗ് അവേഴ്സ്. സാധാരണ നമുക്ക് എന്തെങ്കിലും പനിയോ അസുഖങ്ങളോ ഒക്കെ വരുമ്പോൾ അമ്മമാർ നമ്മുടെ അടുത്ത് ഇരുന്നിട്ട് ഒന്ന് തലോടിയൊക്കെ തരുമല്ലേ. അപ്പം നമ്മളുടെ പകുതി അസുഖം കുറയും. അപ്പോൾ അത് അവൾക്ക് ഓർമ്മയുണ്ട്. എന്ത്? അവളുടെ അമ്മ അവളുടെ അടുത്തിരുന്ന് അവളെ ഒന്ന് സൂതാക്കാൻ വേണ്ടിയിട്ട്, അവളുടെ വേദനയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് തൊട്ടും തടവിയൊക്കെ കൊടുക്കുന്നത് അവൾക്ക് ഓർമ്മയുണ്ട്. I also remember the pain and confusion with which I woke up after a disturbed sleep. അപ്പോൾ ഈവൻ ഞാൻ ഓർക്കുന്നു, ആ വേദനയും കൺഫ്യൂഷനും ഒക്കെ ഞാൻ ഓർക്കുകയാണ്. ഐ വോക്ക് അപ്പ് ആഫ്റ്റർ എ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്, ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള നല്ലൊരു സൗണ്ട് സ്ലീപ്പ് അല്ല, നല്ലൊരു ഉറക്കമല്ല, അല്ലാതെ ഈ പെയിനൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉറക്കം എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റർബ്ഡ് സ്ലീപ്പാണല്ലേ. അപ്പോൾ ആ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്ന വേദനയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഐ ടേൺഡ് മൈ ഐസ് അവേ ഫ്രം ദ വൺസ് ലവ്ഡ് ലൈറ്റ്. ഒരിക്കൽ ഞാൻ പ്രകാശത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു, പക്ഷെ ആ വെളിച്ചത്തിൽ നിന്നും ഞാൻ എൻ്റെ കണ്ണുകൾ മാറ്റി. But except for these fleeting memories, it all seems very unreal, like a nightmare. Fleeting memories എന്ന് പറഞ്ഞാൽ ക്ഷണികമായ ഓർമ്മകൾ. കുറച്ചു നേരത്തേക്ക് ഓർമ്മകൾ വരും, പിന്നെ അത് ഫെയ്ഡ് ആയി പോകും. ഇവളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അൺറിയൽ ആയിട്ടാണ് ഇവൾക്ക് തോന്നുന്നത്. അതിനെയൊന്നും റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്താൻ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവൾക്ക് സാധിക്കുന്നില്ല. അതെല്ലാം ഒരു പേടി സ്വപ്നം പോലെ, ദുസ്വപ്നം പോലെയാണ് ഇവൾക്ക് തോന്നുന്നത്. Gradually, I got used to the silence and darkness that surrounded me. ക്രമേണ ഞാൻ എന്നെ ചുറ്റിപ്പറ്റിയുള്ള നിശബ്ദതയോടും ഇരുട്ടിനോടുമൊക്കെ പൊരുത്തപ്പെട്ടു. I forgot completely that it had all been very different. കാഴ്ചശക്തിയും കേൾവിശക്തിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു ഹെലൻ കെല്ലർ. പക്ഷേ ഒരു ദിവസം അവളുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും എല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവൾക്ക് ഈ ഒരു സാഹചര്യത്തോട്, ഈ ഒരു ലൈഫിനോട് പൊരുത്തപ്പെടാൻ കുറച്ചധികം സമയം വേണ്ടി വന്നു. ക്രമേണ അവൾ പൊരുത്തപ്പെട്ടു. I forgot completely that it had all been very different. അപ്പം ഞാൻ മെല്ലെ മെല്ലെ ഈ കാര്യങ്ങളൊക്കെ മറന്നു, എല്ലാം വ്യത്യസ്തമായിരുന്നുവെന്ന് ഞാൻ പൂർണ്ണമായിട്ടും മറന്നു. ഇറ്റ് വാസ് മൈ ടീച്ചർ ഹു ചേഞ്ച്ഡ് എവ്രിതിങ് ആൻഡ് സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ. എൻ്റെ ടീച്ചറായിരുന്നു എല്ലാം മാറ്റിമറിച്ചത്. എല്ലാം മറക്കാനും എൻ്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കിയതും ഒക്കെ എൻ്റെ അധ്യാപികയായിരുന്നു. But the first 19 months of my life had been different. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 19 മാസങ്ങൾ അത് തികച്ചും വ്യത്യസ്തമായിരുന്നു. I had caught glimpses of broad green fields, a luminous sky and trees and flowers.
The darkness that followed could not wholly blot them out. വിശാലമായ പച്ചപ്പാടങ്ങളുടെയും തിളങ്ങുന്ന ആകാശത്തിൻ്റെയും മരങ്ങളുടെയും പൂക്കളുടെയും ഒക്കെ കാഴ്ച ഞാൻ കണ്ടിരുന്നു. തുടർന്നുള്ള ഇരുട്ടിന് അവയെ പൂർണ്ണമായും മായ്ക്കാനായിട്ട് കഴിഞ്ഞില്ല. അതായത് ഓൾറെഡി ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് ആദ്യത്തെ മാസങ്ങളിൽ, അല്ലേ? ആദ്യത്തെ മാസങ്ങളിൽ അവൾക്ക് കാഴ്ചയുണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ചകളൊക്കെ എനിക്കുണ്ടായിരുന്നു. ആ കാഴ്ചകളൊക്കെ വളരെ പ്രിയപ്പെട്ടതായിരുന്നു. കുറച്ചധികം കാഴ്ചകൾ, നല്ല ഭംഗിയുള്ള നേച്ചറും ഒക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ പിന്നീട് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അവയെ, ആ ഓർമ്മകളെ ഒന്നും പൂർണ്ണമായും മായ്ക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ഓട്ടോബയോഗ്രഫിയിൽ നിന്നുള്ള ചെറിയൊരു ഭാഗം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഇഫ് യു find it helpful. Thank you.